ആര് പിന്തുടർന്നാലും ചെങ്കടല് വരെ പിന്തുടർന്നു. നിനക്ക് വാരിക്കുഴി ഒരുക്കിയവന് ദൈവം വാരിക്കുഴി ഒരുക്കിയിട്ടുണ്ട്. നിനക്കെതിരെ പ്രവർത്തിച്ചവന് ദൈവം പ്രതികാരമായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. നിന്റെ തലമുറ ഇല്ലാതാക്കിയ, നിന്റെ കുടുംബത്തെ തകർത്തുകളഞ്ഞ, നിന്റെ വീട് മുന്നോട്ട് പോകയില്ല എന്ന് ശത്രു പറഞ്ഞതല്ല ഇന്ന് രാവിലെ പിന്തുടരുന്നവരുടെ വഴി അടച്ചു കളയുന്ന ദൈവം. നമ്മൾ വചനത്തിലേക്ക് തിരിയാനായിട്ട് തുടങ്ങുന്നു. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായത്തിൻ്റെ 51, 52, 53 വാക്യങ്ങൾ നമ്മൾ വായിക്കാൻ തുടങ്ങുന്നു. വേദപുസ്തകമുള്ള എല്ലാവരും വേദപുസ്തകം തുറന്ന് ദയവായിട്ട് നിങ്ങൾ വാക്യം ഒന്ന് കണ്ടാട്ടെ. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായത്തിൻ്റെ 51, 52, 53 വാക്യങ്ങൾ. എന്റെ സകല കഷ്ടതയും എന്റെ പിതൃഭവനുമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസേഫ് തന്റെ ആദ്യജാതന് 50-ാമത്തെ വാക്യം കൂടെ വായിക്കില്ലേ? ക്ഷാമകാലം വരും മുൻപേ യോസേഫിന് 2 പുത്രന്മാർ ജനിച്ചു. അവരെ ഓനിലെ പുരോഹിതനായ പോത്തിഫേറയുടെ മകൾ ആസ്നത്ത് പ്രസവിച്ചു. എന്റെ സകല കഷ്ടതയും എന്റെ പിതൃഭവനുമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസേഫ് തന്റെ ആദ്യജാതന് മനശ്ശെ എന്ന് പേരിട്ടു. സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തവന് എഫ്രൈം എന്ന് പേരിട്ടു. ദയവായിട്ട് നിങ്ങൾ ഈ വാക്യം ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ വായിച്ച 2 വാക്യങ്ങളാണ്. ഗോത്രപിതാവായ യാക്കോബിൻ്റെ ജീവകാലത്തിൻ്റെ തൊട്ട നടുവിൽ താൻ ഏറ്റവും സ്നേഹിച്ച തൻ്റെ മകൻ ഒരു ദിവസം താൻ കേൾക്കുന്ന വാർത്ത, ഗോത്രപിതാവായ യാക്കോബിൻ്റെ ജീവകാലത്തിൻ്റെ തൊട്ട നടുവിൽ സഹോദരന്മാർ 10 പേർ ഒരുമിച്ച് താൻ ഏറ്റവും സ്നേഹിച്ച മകൻ യോസഫിന് ഉണ്ടാക്കി കൊടുത്ത അങ്കി രക്തം പുരട്ടി വീടിനകത്ത് വന്നു. അന്ന് യാക്കോബ് തൻ്റെ വസ്ത്രം വലിച്ചു കീറി ദൈവത്തോട് പറഞ്ഞു, തമ്പുരാനെ, എൻ്റെ നര ദുഃഖത്തോടെ പാതാളത്തിലിറങ്ങിപ്പോകും. അന്ന് ശൈകയിൽ കിടന്നുറങ്ങുന്നതിന് മുൻപ് നിലവിളിയും കരച്ചിലും കൊണ്ട് മുന്നോട്ട് പോകുന്ന ഭക്തനായ മനുഷ്യൻ നീണ്ട 13 വർഷങ്ങൾ കഷ്ടതയുടെ തിരത്തലിലൂടെ കടന്നു പോകുന്ന, ഒറ്റപ്പെടലിൻ്റെ വേദനയും അനുഭവിക്കുന്ന ഒരു വന്ധ്യ വയോധികനായ മനുഷ്യൻ, സങ്കടത്തോടെ മാത്രം കഴിഞ്ഞു പോകുന്ന, എല്ലാം ഉണ്ടായിട്ടും ഈ മനുഷ്യൻ്റെ അകത്ത് യോസഫ് എന്ന് പറയുന്ന മകനെക്കുറിച്ചുള്ള വിരഹ ദുഃഖമാണ്. എന്നും പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് മാറി മാറി ഈ മനുഷ്യൻ പറയും, ദൈവമേ, എൻ്റെ നര ദുഃഖത്തോടെ പാതാളത്തിൽ ഇറങ്ങിപ്പോകുമോ? ഒരു കാര്യം പറയാം, നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും. 13 വർഷം കൊണ്ട് ഒരൊറ്റ പ്രാർത്ഥനയാണ്. യോസഫിനെ കാണാനില്ല. വാഗ്ദത്തം പറഞ്ഞ യോസഫിനെ കാണാനില്ല. പേടിക്കണ്ട, നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ യോസഫിനെ കാണും. എന്നോട് പരിശുദ്ധാത്മാവ് ഈ ദൂതിൻ്റെ പ്രാരംഭത്തിൽ പറയുക, നഷ്ടപ്പെട്ടതെല്ലാം നിന്റെ കണ്ണിൻ്റെ മുൻപിൽ കാണത്തക്ക പോലെ ദൈവം മറ്റേ അപ്പുറത്തെ സ്ഥലത്ത് നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ വാരിക്കുഴി കുടിച്ച് കാത്തിരിക്കുന്നവൻ്റെ മുൻപിൽ ഈ രാവിലെ ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ സാന്നിധ്യം ഇന്ന് രാവിലെ ചലിക്കാൻ പോകുകയാണെന്ന് പരിശുദ്ധാത്മാവാം ദൈവം ദൂത് പറയുക. കരമടിച്ചു ദൈവത്തിന് ആമീൻ പറയാൻ പറ്റുന്നവർ ദൈവത്തിന് ആമീൻ പറഞ്ഞു. നഷ്ടപ്പെട്ടതിനെ മറ്റൊരു സ്ഥലത്ത് വെച്ച് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന ദൈവത്തിന്റെ ശക്തിക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു ദൂതിന്ന് രാവിലെ കേട്ടോണം, നിന്റെ നഷ്ടപ്പെടലുകൾ മുഴുവൻ ദൈവം ഏതോ സ്ഥലത്ത് വെച്ച് നീ പോലും അറിയാതെ ഒരത്ഭുതം തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. എന്നോട് പരിശുദ്ധാത്മാവ് പറയുക, നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നത്, കൈമോശം വന്നെന്ന് തോന്നുന്നത്, ഇനി തിരിച്ചു വരത്തില്ലെന്ന് തോന്നുന്നത്, ഇന്ന് രാവിലെ മിസ്രൈമിൽ വെച്ച് എൻ്റെ ദൈവം തയ്യാറാക്കുക. ദൈവം ചില കുടുംബത്തിന് വേണ്ടി ചില തയ്യാറാക്കിക്കൊണ്ടിരിക്കുക.
ചില വ്യക്തികൾക്ക് വേണ്ടി ചില തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. ഉറപ്പുള്ള ദൈവമക്കളെ സ്തോത്രം ചെയ്തോ. ഇതൊരു ദൂതായിട്ട് പരിശുദ്ധാത്മാവിനോട് പറയുക. നീ വിചാരിച്ചതെല്ലാം നഷ്ടപ്പെട്ടെന്ന് കർത്താവിനോട് പറയുക. നഷ്ടപ്പെട്ടിട്ടില്ല. യാക്കോബേ, ഈ അങ്കി മറന്നു ഒരു രാജവസ്ത്രമായി നിന്റെ മകൻ മടങ്ങി വരാൻ പോകുക. എന്നോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ഒരു പ്രവചനാത്മാവിൽ പറയുക. ചില കുടുംബങ്ങൾക്ക് വർഷങ്ങൾക്ക് മുൻപ് നഷ്ടപ്പെട്ടു പോയത് ഇന്ന് രാവിലെ തിരിച്ചു വരാൻ പോകുക. ആത്മാവിനോട് പറയുക, ഈ രാവിലെ നഷ്ടപ്പെട്ടെന്ന് കാട്ടുമൃഗം കടിച്ചു കയറിയെന്ന്. ഒരു ദൂത് കേട്ടോണേ. യോസഫേ, 13 വർഷം അനുഭവിച്ച കഷ്ടത, 13 വർഷം അനുഭവിച്ച നിന്ന, 13 വർഷം അനുഭവിച്ച ചെയ്യാത്ത കുറ്റത്തിന് കാരാഗൃഹത്തിൽ പോയ നിനക്ക് വേണ്ടി എന്റെ ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോകുകയാ. ഇന്ന് രാവിലെ ആത്മാവിനോട് പറയുക, ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി ഇന്ന് രാവിലെ ചലിച്ചു വരിക. ഗോത്രപിതാവായ യാക്കോബ് എല്ലാ ദിവസവും ദൈവത്തോട് തൻ്റെ ആവലാതിയും സങ്കടങ്ങളും ഒക്കെ പറയും. എന്നിട്ട് ദൈവത്തോട് പറഞ്ഞു, തമ്പുരാനെ, എൻ്റെ സങ്കടം മാറുന്നില്ല. എനിക്ക് മരിക്കുന്നതിന് 1 മിനിറ്റ് മുമ്പെങ്കിലും എൻ്റെ മകൻ യോസഫിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. കർത്താവിനോട് പറയുക, പേടിക്കണ്ട, നഷ്ടപ്പെട്ടത് കൺമുൻപിൽ വരും. നഷ്ടപ്പെട്ടത് നിന്റെ വീട്ടിൽ വരും. നഷ്ടപ്പെട്ടത് നിന്റെ കുടുംബത്തിൽ വരും. നഷ്ടപ്പെട്ടതല്ലേ കർത്താവിനോട് പറയുക, ആരും നഷ്ടപ്പെടുത്തിയാലോ അവന്റെ കൂടെ മുൻപിൽ എന്റെ ദൈവം നിന്നെ മാനിക്കാൻ പോവാ. അതിന്റെ കൂടെ മുൻപിൽ, നഷ്ടപ്പെട്ടതിന്റെ മുൻപിൽ ദൈവകരം നിനക്ക് വേണ്ടി ചലിക്കാൻ പോകുക. ദൈവത്തിന്റെ ശക്തി ചലിക്കാൻ തുടങ്ങുക. ആ വീടിനകത്ത് 12 പേരിൽ ഒരുത്തൻ നഷ്ടപ്പെട്ടു. ശരിക്കും കുഞ്ഞുപ്രായത്തിൽ നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചത് ബെനോനിയാണ്, ബെന്യാമീൻ. അമ്മ മരിക്കുന്നതിന് മുൻപ് അവന് പേരിട്ടു ബെനോനി. ആ ബെനോനി എന്ന പേര് തമ്പുരാൻ എക്സ്പാൻഡ് ചെയ്ത് ബെന്യാമീനാക്കി. ഒരു കാര്യം കൂടെ പറയാം, നിന്റെ കഷ്ടത ദൈവം എക്സ്പാൻഡ് ചെയ്യാൻ പോവാ. കഷ്ടതക്കകത്ത് ഒരു ദൈവത്തിന്റെ പദ്ധതി ഇന്ന് രാവിലെ ചലിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, നിന്റെ സങ്കടത്തിനൊരു മറുപുറമുണ്ട്. ഇതാ നമ്മുടെ പ്രസംഗത്തിന്റെ തലക്കെട്ട്, സങ്കടത്തിനൊരു മറുപുറമുണ്ട്. എന്നും സങ്കടമായിരിക്കത്തില്ല, എന്നും കഷ്ടതയായിരിക്കത്തില്ല, എന്നും ഒറ്റപ്പെടലായിരിക്കത്തില്ല, എന്നും നിലവിളിയായിരിക്കത്തില്ല, എന്നും ചാട്ടവാറിന്റെ അടിയായിരിക്കില്ല, എന്നും പ്രതിബന്ധമായിരിക്കില്ല. എന്നോട് ആത്മാവ് പറയുക, എന്നും നിനക്ക് ഈ അവസ്ഥയായിരിക്കില്ല, എന്നും ഇതായിരിക്കില്ല നിന്റെ അവസ്ഥ. യോസഫേ, നിന്റെ അവസ്ഥ മാറുന്ന ദിനങ്ങൾ നിനക്കുണ്ടാകും. എത്ര പേർക്ക് ഇന്ന് രാവിലെ വിശ്വാസമുണ്ട്? എന്നും നിന്റെ അവസ്ഥ ഇതായിരിക്കത്തില്ല. നിന്റെ കഷ്ടതയ്ക്ക് ഒരു മറുപുറമുണ്ട്. എല്ലാ പേജിനും ഒരു മറുപുറമുണ്ട്. രാമൻ പറഞ്ഞില്ല, 17 വയസ്സ് മുതൽ 13 വർഷം കഷ്ടതയുടെ പുറം. ഇനി ഒരു ദൂത് കേട്ടോണം, ഒറ്റ രാത്രി കൊണ്ട് ദൈവം ആ മറുപുറം മറിക്കും. ഇന്ന് രാവിലെ ചിലരുടെ മറുപുറം ദൈവം മറിക്കാൻ പോവാ. നിന്റെ ജീവിതത്തിന്റെ മറുപുറം മറക്കാൻ പോകുകയാ. നിന്റെ കുടുംബത്തിന്റെ മറുപുറം മറക്കാൻ പോകുകയാ. കടബാധ്യതയുള്ള, തകർച്ചയുള്ള, പ്രതിസന്ധികളുള്ള, മുന്നോട്ട് പോകാൻ പറ്റാത്ത വിഷയത്തിനകത്ത് ഒരു മറുപുറം മറിക്കാൻ പോകുകയാ. ഒരു മറുപുറം മറിക്കാൻ പോകുകയാ. ഓ, എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ചില കുടുംബത്തെ ദൈവം തിരിക്കാൻ പോകുകയാ. നിന്റെ കുടുംബത്തെ ദൈവം തിരിക്കാൻ പോകുകയാ. നിനക്കൊരു മറുപുറമുണ്ട്, നിനക്കൊരു മറുപുറമുണ്ട്, നിനക്കൊരു മറുപുറമുണ്ട്, നിനക്കൊരു മറുപുറമുണ്ട്. പരിശുദ്ധാത്മാവിനോട് പറയുന്നത് എന്നാണെന്നറിയോ? ഇന്ന് രാവിലെ ആഭിചാരം, മന്ത്രവാദം ഒക്കെ വിട്ടുപോകും. നിന്റെ വീട്ടിൽ കൊണ്ടിട്ട് തകിട് വിട്ടുപോകും. നിനക്കെതിരെ ചെയ്തു കൂട്ടിയ ആഭിചാരങ്ങൾ പൊട്ടിപ്പോകും. ഒരു മറുപുറം ദൈവം എഴുതാൻ പോകുകയാ. ഒരു മറുപുറം ദൈവം എഴുതാൻ പോകുകയാ.
കഷ്ടതയുടെ മറുപുറം ദൈവം മറിക്കാൻ പോവുകയാ. കഷ്ടതയുടെ പുറം ദൈവം മറിച്ച് ഒരു പുതിയ അധ്യായം എഴുതാൻ പോവുകയാ. നിന്റെ ജീവിതത്തിന്റെ താള് ദൈവം മറിക്കും. ആവേശത്തോടെ രാമി മറന്നേ. നിന്റെ ജീവിതത്തിന്റെ താള് ദൈവം മറിക്കും. 17-ാമത്തെ വയസ്സിൽ താളിൽ എഴുതി തുടങ്ങിയതാ. ഇടയ്ക്കിടയ്ക്ക് പിശാച് എഴുതി തകർന്നെന്ന്, ഇടയ്ക്ക് പിശാച് എഴുതി ചത്തുപോയെന്ന്, ഇടയ്ക്ക് പിശാച് പറഞ്ഞു കാട്ടുമൃഗം കൊണ്ടുപോയെന്ന്. ഇതേ സ്ഥലത്ത് ദൈവം നിന്നെ മാനിക്കാൻ പോവാ. നിന്നെ കേട്ടിട്ടാ എന്നോട് കർത്താവ് പറയുന്നത് എന്നാന്നറിയോ? ഇതേ കാട്ടുമൃഗത്തിന്റെ മുൻപിൽ എന്റെ ദൈവം നിന്നെ മാനിക്കാൻ പോവുകയാ. ബാശാൻ കോട്ടന്മാരുടെ നടുവിൽ നന്മ കൽപ്പിക്കുന്ന ദൈവം. ഇപ്പോഴേ എക്സാം എഴുതി പാസ്സാകാത്തൊരു പുറം, വീട്ടിൽ സമാധാനം ഇല്ലാത്തൊരു പുറം, വീടിനകത്ത് കഷ്ടത തികഞ്ഞു നിൽക്കുന്ന ഒരു പുറം, എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന ഒരു പുറം, തമ്പുരാൻ ഇന്ന് രാവിലെ ആ പേജ് മറിക്കും. കർത്താവ് ഇന്ന് രാവിലെ ആ പേജ് മറിക്കും. ഇന്ന് രാവിലെ യേശു ആ പേജ് മറിക്കും. മക്കളെ ആ പേജ് ദൈവം മറിക്കും. ദൈവം ആ പേജ് മറിക്കും. ഇവനെ കുഴിയിലിട്ടവർ അറിഞ്ഞില്ല ദൈവം പേജ് മറിക്കുമെന്ന്. നിങ്ങൾക്ക് ഒരാമയും പറയാനല്ലേ? നിന്നെ തകർത്തവൻ ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒരു ദിവസം ദൈവം ഈ പേജ് മറിക്കുമെന്ന്. മറിയും കേട്ടോ. ഇന്ന് രാവിലെ ദൈവം ഈ പേജ് മറിക്കും. ദൈവം ഈ പേജ് മറിക്കും. ദൈവം ഈ പേജ് മറിക്കും. അഭിഷക്തന്മാരെ, ഇന്ന് രാവിലെ ദൈവത്തെ വിശ്വസിച്ചോണം. ദൈവം ഈ പേജ് മറിക്കും. ദൈവം ഈ പേജ് മറിക്കും. പേജ് മറിക്കും. ഇനി ഒരു ദൂത് കേട്ടോണം. ഇവന്റെ ജീവിതത്തിന്റെ ചരിത്രത്തിന്റെ 1-ാം പുറം വായിച്ച് കേൾപ്പിക്കട്ടെ. 1-ാമത്തെ പുറം സഹോദരന്മാർ എതിർക്കുന്ന പുറം. 2-ാമത്തെ അതേ താളിന്റെ അടുത്ത താഴത്തുള്ള വരി എഴുതിയിരിക്കുകയാണ്. ആ വരി ഇങ്ങനെയാണ്: ഒരു കാട്ടുമൃഗം അവനെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞ് വീട്ടിൽ വന്നു. ഒരു ദൂത്. കൊന്നവൻ തിരിച്ചു വരുമോ? കാട്ടുമൃഗം കൊന്നു. കൊന്നവനിപ്പോ ഉണ്ടോ? കൊന്നവനുണ്ടോ? അപ്പന്റെ ദൃഷ്ടി കൊന്നവനില്ല. നാട്ടുകാരുടെ ദൃഷ്ടിയിൽ യോസഫിന്റെ ചരമക്കോളം എഴുതിയതാ. ചരമക്കോളം എഴുതിയവന്റെ മുമ്പിൽ ദൈവം പേജ് മറിക്കും. പേജ് മറിക്കും. എന്റെ ദൈവം പേജ് മറിക്കും. സ്നേഹിത, ദൈവം നിന്റെ പേജ് മറിച്ചാൽ, അഭിഷക്ത, ദൈവം നിന്റെ പേജ് മറിച്ചാൽ, ചിലര് ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴും കരയുക. ദൈവമേ, എന്നും ഇതായിരിക്കും അവസ്ഥ. അല്ല, നിന്റെ ബുക്കിന്റെ പേജ് മറിക്കും. ജോസഫിന്റെ 1-ാമത്തെ താള് മറിച്ചത് സഹോദരൻ. വീട്ടിൽ 1-ാമത്തെ താള് മറിച്ചു. അതിന്റെ ബാക്കി താള് മിസ്രൈമിൽ മറിച്ചു. 13 വർഷം പൊത്തിഫേറും കാരാഗ്രഹ പ്രമാണിയും അടിമ കച്ചവടക്കാരും അവന്റെ പേജ് മറിച്ചു. തമ്പുരാൻ ആ പേജിന്റെ അവസാനം ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് അടുത്ത പേജ് ദൈവം മറിച്ചു. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നത് എന്നാന്നറിയോ? ഇന്ന് രാവിലെ നിന്റെ പേജ് ദൈവം മറിക്കും. പൊത്തിഫറിന്റെ വീട്ടിൽ എഴുതിയൊരു എഴുത്തില്ലേ, ദൈവം അതിന് ഫുൾ സ്റ്റോപ്പ് ഇടും. ഒരാളെ നോക്കി പറ, ഫുൾ സ്റ്റോപ്പ് ഇടുമെന്ന് പറ. ദൈവം ഫുൾ സ്റ്റോപ്പ് ഇടും. ഒരാമയും പറഞ്ഞില്ല. നിന്റെ കഷ്ടതയ്ക്ക് ഫുൾ സ്റ്റോപ്പ് ഇടും. നിന്റെ പ്രതിസന്ധിക്ക് ഫുൾ സ്റ്റോപ്പ് ഇടും. നിന്റെ പ്രതികൂലത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടും. അത് നാളെ അല്ല, ഇന്ന് രാവിലെ സംഭവിക്കാൻ പോവാ. ഇന്ന് രാവിലത്തെ പ്രാർത്ഥന സംഭവിക്കാൻ പോവാ. നിനക്ക് ദൈവം ഫുൾ സ്റ്റോപ്പ് ഇടുന്ന രാവിലെയാണ്. നിന്റെ കഷ്ടതയുടെ ചരിത്രത്തിന്, നിന്റെ പ്രതികൂലത്തിന്റെ ചരിത്രത്തിന്, നിന്റെ ജീവിതത്തിനകത്ത് ഒറ്റപ്പെട്ടു പോയ ചരിത്രത്തിന്. ആത്മാവിനോട് പറയുന്നത് ഇങ്ങനെയാണ്: ദൂരെ നിൽക്കുന്ന ആളുകൾ വേദനിപ്പിച്ചാൽ
മുറിവ് കുറവായിരിക്കും. കൂടെ നിൽക്കുന്നവർ മുറിച്ചാൽ മുറിവ് ഭയങ്കരമായിരിക്കും. ഇന്നലെ രാത്രി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, മുറിക്കുന്നവനെ കൂടെ നിർത്തരുത്, മുറിവ് കെട്ടുന്നവനെ കൂടെ നിർത്തണം. മുറിക്കുന്നവനെ ദൈവസഭയ്ക്ക് വേണ്ട അഭിഷക്ത, മുറിക്കുന്നവനെ ദൈവത്തിന് വേണ്ട. ദൈവത്തിന് വേണ്ടത് മുറിവ് കെട്ടുന്നവനെയാ. ഇന്നലെ രാത്രി ഞാൻ വന്നത് 2:30 മണിക്കാണ് വന്നേ. ഇന്നലെ രാത്രി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, മുറിക്കുന്നവനെ അടുത്ത് നിർത്തരുത്. രാമൻ പറ, ആ മുറിവ് കൂടുതലായിരിക്കും. മുറിക്കുന്നവനെ കൂടെ നിർത്തരുത്. കുടിക്കുന്നവൻ നിന്നോട്ട് 2 ഫർലോങ് അകലെ നിർത്തിയാൽ മതി. മുറിക്കുന്നവൻ വേണ്ട. സഭയ്ക്ക് വേണ്ടത് അവൻ ഞെക്കിക്കൊല്ലുന്നവനെ അല്ല, സഭയ്ക്ക് വേണ്ടത് വളർത്തുന്നവരെയാണ്. തളർത്തുന്നവനെ ദൈവസഭയ്ക്ക് വേണ്ട, വളർത്തുന്നവനെ ദൈവസഭയ്ക്ക് വേണം. യോസഫെ ഞെക്കിക്കൊല്ലുന്നവനെ കൂടെ നിർത്തരുത്, അത് നിനക്ക് ഭയങ്കര മുറിവായിരിക്കും. കൂടെ നിർത്തേണ്ടത് നിന്റെ മുറിവ് കെട്ടുന്നവനെ കൂടെ നിർത്തണം. ഇന്ത്യൻ സഭയ്ക്ക് എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. അഭിഷക്തന്മാരെ വളർത്താത്ത ഒരു കള്ള പിശാചിന്റെ കാലം. ഇന്ന് രാവിലെ എലോഹിം ചർച്ച് അധികാരത്തോടെ യേശുവിന്റെ നാമത്തിൽ അതിനെ ഞങ്ങൾ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഓ, ബ്രേക്ക് ചെയ്യുന്നവരെ ദൈവത്തിന് വേണ്ട, മേക്ക് ചെയ്യുന്നവരെയാ ദൈവത്തിന് വേണ്ടത്. ബ്രേക്ക് ചെയ്യുന്നവർക്ക് പകരം ആമേൻ മേക്ക് ചെയ്യുന്ന ആളുകളെ ദൈവം ഉയർത്തുന്നതിന് സ്തോത്രം. നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നവരാകരുത്, മേക്ക് ചെയ്യുന്നവരാകണം. രാമൻ പറ, ഒരു കുശവന്റെ കയ്യിലൊരു ഉടഞ്ഞ പാത്രം കൊണ്ട് കൊടുത്തേ, അവൻ ആ പാത്രത്തിന്റെ സുഷിരമല്ല നോക്കുന്നത്, അതിനെ ഉടച്ച് മറ്റൊരു പാത്രമാക്കി മാറ്റും. രാമൻ പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? എലോഹിമിൽ എത്രയെത്ര കുടിയന്മാര്, എത്രയെത്ര ലഹരി ഉപയോഗിച്ചവര്, എത്രയെത്ര തിന്മയിലേക്ക് പോയവര്, കുശവനായ യേശുവിന്റെ കയ്യിലേക്ക് ഞങ്ങൾ ഈ വിഷയം കൊടുത്തപ്പോ തമ്പുരാൻ അവരെ ഉടച്ചു വാർത്തന്നേ. ജോസഫിന്റെ ഒന്നാമത്തെ കാര്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാൻ പോവാം, നിങ്ങൾ കേട്ടോണം. ഈ പ്രശ്നം തുടങ്ങിയതെന്ന, ജോസഫിന്റെ പ്രശ്നം തുടങ്ങിയതെന്ന സ്വപ്നം കണ്ടതാ. അതിനു മുമ്പ് വർഷം വല്ലതും ഉണ്ടായിരുന്നോ? അതിനു മുമ്പ് മനസ്സ് പുള്ളിക്ക് വാരി കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ മിണ്ടുന്നില്ല. സ്വപ്നം കണ്ട എന്ന് പ്രശ്നം തുടങ്ങി. പിശാച് വിചാരിച്ചോ ജോസഫ് മന്ത്രിയാവുമെന്ന്? അങ്ങനെയായിരുന്നു ഈ പുള്ളി പണിയൊന്നും ചെയ്യത്തില്ലായിരുന്നു. ഒരാമയും പറഞ്ഞില്ല. മന്ത്രിയാകുമെന്ന് വിചാരിച്ചാൽ ഇവനെ പിടിച്ച് പൊട്ടക്കൂടി ഇടുവോ? ഇല്ല. ഒരു കാര്യം കേട്ടോണം, കുഴിയിലിട്ട നീ ഒരിക്കൽ ഒഴിഞ്ഞ ചാക്കും കൊണ്ട് വരും ഇവന്റെ വീട്ടിൽ. അതാണ് വാഗ്ദത്തം. അതാണ് ദൈവത്തിന് നിന്നോട് പറയാനുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം. ദൈവത്തിന്റെ ആത്മാവിനെ നിന്റെ കുടുംബത്തോട് ഇന്ന് രാവിലെ പറയാനുള്ള വാഗ്ദത്തം ഇതാണ്. ഒഴിഞ്ഞ ചാക്കുമായി നിന്നെ കുഴി പിടിച്ചിട്ടവൻ നിന്റെ മുമ്പിൽ വരും. അങ്ങനെ 13 വർഷങ്ങൾക്ക് ശേഷം കാരാഗ്രഹത്തിൽ വെച്ച ദൈവം ജോസഫിന്റെ കഷ്ടതയുടെ പേപ്പറിന് അവസാനത്തെ ബിന്ദുവിട്ടു. എന്നിട്ട് തമ്പുരാൻ മുഴുവൻ ശക്തികളോടും വിളിച്ചു പറഞ്ഞു, ഞാൻ ചെയ്യാൻ പോകുന്ന കണ്ടോളാൻ. ഇന്ന് രാവിലെ നിന്റെ വീടിന് വേണ്ടി ദൈവം ചെയ്യാൻ പോകുന്നത് നീ കാണും, നിന്റെ കുടുംബം കാണും, നിന്റെ നാട് കാണും, നിന്റെ വീട്ടുകാര് കാണും, നിന്നെ എതിർത്തവർ കാണും, നിന്നെ ഒറ്റപ്പെടുത്തിയവർ കാണും, നിന്നെ കുറ്റപ്പെടുത്തിയവർ കാണും. ചേർന്നു നിന്ന് നിനക്കെതിരെ പഴിയും ദൂഷിയും ഒറ്റപ്പെടലും ഒക്കെ തയ്യാറാക്കിയ കൂട്ടയുടെ മുമ്പിൽ തന്നെ എൻ്റെ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടും. ദൈവത്തിനൊരു മറുപുറമുണ്ട്. ഈ കഷ്ടതയുള്ള പുറം മറയ്ക്കും ദൈവം. ഈ പേപ്പർ ദൈവം മറയ്ക്കും. ദൈവം മറച്ചിട്ട് എങ്ങനെ എഴുതിയെന്നറിയാമോ? എടുത്തു തുടങ്ങിയത് പറവോന്റെ കൊട്ടാരത്തിലാണ്. രാമീൻ പറ, ഈ ദൈവം എന്തെങ്കിലും ചെയ്താൽ ആപ്പൂപ്പ പണിയൊന്നും ചെയ്യത്തില്ല. ഒരാളെ നോക്കി പറ, ആപ്പൂപ്പ പണിയൊന്നും ദൈവം ചെയ്യത്തില്ല. ഈ പിശാച് ചെയ്യുമ്പോഴാണ് ആപ്പൂപ്പ പണി ചെയ്യുന്നത്. പിശാച് എന്തുവാ ചെയ്തേ? സഹോദരന്മാരെ ഇളക്കിയിട്ട് കൂടെ നിന്ന ചേട്ടന്മാരെ ഒരു സ്വത്രം ഒന്ന് പറഞ്ഞേര്. ഒരു ദൂത് കയറി വരുവാ, പറയുന്നില്ലേ ഞാൻ, അതങ്ങ് വിഴുങ്ങുക. സ്വന്തം വീട്ടിലാ പ്രശ്നം. എവിടാ? സ്വന്തം വീട്ടിൽ. അമ്മാരെന്തുവാ ചെയ്തേ? ദൂരത്തു നിന്ന് കണ്ടപ്പോഴേ പറഞ്ഞു, ഇവനെ പിടിച്ച് കെണ്ടിയിടാവുന്നു, ഇവനെ പിടിച്ച് കെണ്ടിയിടാം. അന്നേരം ഒരുത്തൻ പറഞ്ഞു,
എടാ, ഇവൻ നമ്മുടെ സഹോദരൻ നമ്മൾ കൊന്ന ഈ രക്തപാതകത്തിന് നമ്മൾ കുറ്റം പറയേണ്ടി വരും. അന്ന് ദൈവം അവനെ കൊണ്ട് തോന്നിപ്പിച്ച ഒരു സ്വോത്രം പറഞ്ഞില്ല, അവനെ കൊണ്ട് ദൈവം തോന്നിപ്പിച്ച. എടാ, ദൈവത്തിന്റെ പണി ഇവർക്കാർക്കും മനസ്സിലാവില്ല, ആർക്കും ഈ പദ്ധതി പിടികിടത്തില്ല. ക്ഷാമകാലം തീരുന്നതിന് മുൻപ് ഒരു ദൂത്, നിന്റെ ക്ഷാമകാലം തീരും. രാമീൻ പറയോ, നിന്റെ ക്ഷാമകാലം തീരാൻ പോവാ, നിന്റെ ക്ഷാമകാലം തീരാൻ പോവാ. അഭിഷക്ത, നിന്റെ ക്ഷാമകാലം തീരാൻ പോവാ. നിന്റെ കഷ്ടതയുടെ കാലം തീരാൻ പോകയാ, നിന്റെ നിന്ദയുടെ കാലം തീരാൻ പോവാ. യോസഫിന്റെ ഭാര്യയുടെ പേര് ആസനത്ത്. ഒരു കാര്യം കേട്ടോണേ യോസഫേ, നിന്റെ ജീവത്തിനകത്തൊരു മനശ്ശേ വരും. നിന്റെ ജീവത്തിനകത്ത് ഒരു മനശ്ശേ ജനിക്കും. തൊട്ടുപുറകിൽ മനശ്ശേ എന്ന വാക്കിന്റെ അർത്ഥം എന്നറിയോ? കഷ്ടത മറക്കുമാറാക്കുന്ന ദൈവം. കഷ്ടത മറക്കുമാറാക്കുന്ന ദൈവം. ഇന്ന് രാവിലെ നീ ചിലത് മറക്കാൻ പോവാ. നിന്റെ ജീവിതത്തിനകത്ത് കഷ്ടതയുടെ കാര്യങ്ങളെ എൻ്റെ ദൈവം വെട്ടിമുറിച്ചിട്ട് പുതിയൊരു കാര്യം ഇന്ന് രാവിലെ ദൈവം എഴുതാൻ പോകുകയാ. കർത്താവിനോട് പറയുക, കഷ്ടതയുടെ കാലം ഇന്ന് രാവിലെ ദൈവം വെട്ടിമാറ്റിയിട്ട് പുതിയൊരു അധ്യായം നിന്റെ ജീവിതത്തിനകത്ത് എഴുതാൻ പോകുകയാ. ഇത് ദൈവത്തിന്റെ പദ്ധതിയുടെ കാലമാണ്. നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നവരാകരുത്, മേക്ക് ചെയ്യുന്നവരാവണം. ഇത് മറക്കത്തില്ലല്ലോ. നിങ്ങൾ മുറിക്കുന്നവരാകരുത്, മുറിവ് കെട്ടുന്നവരാകണം. മുറിക്കുന്നവർ ആകരുത്, മുറിവ് കെട്ടുന്നവരാകണം. നിങ്ങൾ കരയിപ്പിക്കുന്നവരാകരുത്, കണ്ണുനീർ ഒപ്പുന്നവരാകണം. ദൈവത്തിൻ്റെ സഭയ്ക്ക് ആവശ്യമുള്ളത് ഒരു കാര്യം കൂടെ ഞാൻ പറയുക. ഈ സഭയുടെ വലിപ്പം അനുസരിച്ച ദൈവം ആത്മാക്കളെ തരുന്നേ. വലിപ്പം എന്ന് പറഞ്ഞാൽ ഹോളിൻ്റെ വലിപ്പമല്ല, ഹൃദയ വിശാലത. ഈ യെരുശലേമിലെ സഭയിലേക്ക് ശൗലെന്ന പൗലോസ് വന്നില്ല. യെരുശലേമിലെ സഭയിലാണോ വന്നേ ശൗല്? കണ്ണു കാണാതെ അല്ല. യെരുശലേമിലെ സഭയിലോട്ട് വിടത്തില്ല ദൈവം. അതെന്താ വിടാത്തെ? ഹൃദയവിശാലതയുള്ള ഒരുത്തരും അതിനകത്തില്ല. ഒരാമീൻ പറഞ്ഞില്ല. ഇന്ന് രാവിലെ പ്രാർത്ഥിച്ച് പറയണം, ദൈവമേ ഒരു ഹൃദയത്തിന് വിശാലത തരണം. എന്ത് പ്രതിസന്ധിയും ഉൾക്കൊള്ളാനുള്ള, ഏത് പ്രതിബന്ധത്തെയും ഉൾക്കൊള്ളാനുള്ള ഒരു ഹൃദയത്തിന്റെ വിശാലത ഇന്ന് രാവിലെ എൻ്റെ ദൈവം എനിക്ക് നൽകണം. ക്ഷാമകാലം വരും മുൻപേ യോസേഫിന് 2 പുത്രന്മാർ ജനിച്ചു. അവരെ ഓനിലെ പുരോഹിതനായ പോത്തിഫേറയുടെ മകൾ ആസനത്ത് പ്രസവിച്ചു. എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസേഫ് തൻ്റെ ആദ്യജാതന് മനശ്ശെ എന്ന് പേരിട്ടു. സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ ദൂത് കേട്ടോ. സങ്കടകാലത്ത് ദൈവം നിന്നെ വർദ്ധിപ്പിക്കും. ഒരാമയും പറഞ്ഞില്ല. ഈ സങ്കടത്തിന്റെ നടുവിൽ നീ വർദ്ധിക്കും. നിന്റെ കുടുംബം വർദ്ധിക്കും. നിന്റെ തലമുറ ഇന്ന് രാവിലെ വർദ്ധിക്കുന്നത് പോലെ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ വീടിനകത്ത് ഇന്ന് രാവിലെ വെളിപ്പെട്ടു വരാൻ തുടങ്ങുക. യോസഫേ, നിനക്കൊരു എഫ്രൈം വരുന്നുണ്ട്. എഫ്രൈം കൊണ്ട് തീരുകയില്ല, നിനക്കൊരു മനസ്സ് വരുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നൊരു കാര്യം, നിങ്ങളുടെ കഷ്ടതയുടെ ഒരു പുതിയ അധ്യായം ദൈവം ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി എഴുതും. ഒരു കാര്യം കേൾക്കണേ. താടി നീട്ടി വളർത്തി ജരാനരകളൊക്കെ ബാധിച്ച് ഒരു മനുഷ്യൻ ജയിലിനകത്ത് കിടക്കുക. അവനെ വിളിക്കാൻ വന്ന ആരാന്നറിയോ? രാജകൊട്ടാരത്തിൽ നിന്ന് ആള് വന്ന് വിളിക്കാൻ. രാമീൻ പറ, ഇതെന്തുവാന്നറിയാമോ? ദൂതിന്റെ നിവർത്തി. നീ കേട്ട ദൂത് ദൈവം നിവർത്തിക്കാൻ പോകുകയാ. അത് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ കരമുയർത്തി ഒരാമീൻ പറഞ്ഞേ. അതിനെ ഒന്ന് റിസീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ കരമുയർത്തി ഒന്ന് ആമീൻ പറഞ്ഞേ. കർത്താവിനോട് പറയുക, നിന്റെ കഷ്ടതയുടെ മറുപുറത്ത് എൻ്റെ ദൈവം എഴുതി തുടങ്ങാൻ പോകുകയാ. അവൻ എഴുതി തുടങ്ങിയാൽ ഒരു മന്ത്രവാദിയും മറിച്ചെഴുതത്തില്ല. അവൻ എഴുതി തുടങ്ങിയാൽ ഒരാഭിചാരകനും മറിച്ചെഴുതത്തില്ല. അവൻ എഴുതി തുടങ്ങിയാൽ ഒരു കള്ളപ്പിശാചും വെട്ടിക്കളയത്തില്ല. യോസഫിനോട് പറഞ്ഞു, നീ കൊട്ടാരത്തിൽ വരണം. എവിടെ വരണം? കൊട്ടാരത്തിൽ. കൊട്ടാരത്തിൽ പോകാൻ പറ്റുന്ന ഡ്രസ്സാണോ ഇട്ടേക്കുന്നേ? ആണോ? അല്ല. ജോസഫിന് ഡ്രസ്സ് വാങ്ങിക്കാൻ കാശുണ്ടോ? ഉണ്ടോ? ഇല്ല. പേടിക്കണ്ട, നിന്റെ ഡ്രസ്സ് തയ്ച്ചു വെച്ചിട്ടുണ്ട്.
നിനക്ക് വേണ്ടിയുള്ള വസ്ത്രം തയ്ച്ചു വെച്ചിട്ടുണ്ട്. നിന്റെ ചേട്ടന്മാരെ നിന്നെ പിടിച്ചു കുഴിയിലിട്ടില്ലയോ? അന്ന് ദൈവം തയ്യാറാക്കിയ കുപ്പായമാണ്, അന്ന് ദൈവം തയ്യാറാക്കി വെച്ച രാജവസ്ത്രമാണ്, അന്ന് തയ്യാറാക്കി വെച്ച മുദ്രാമോതിരമാണ്. നിന്റെ അളവ് അവനറിയാ, നിന്റെ ശരീരത്തിന്റെ ഘടന അവനറിയാ. നാളെ നീ ആരാകുമെന്ന് എന്റെ ദൈവത്തിനറിയാം. നീ നാളെ ആരാകുമെന്ന് ദൈവത്തിനറിയാം. നാളെ നിന്റെ കുടുംബം എന്താകുമെന്ന് ദൈവത്തിനറിയാം. ഇന്ന് രാവിലെ ഒന്ന് ഏറ്റെടുത്ത് കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. നിന്റെ സ്ഥിതിഗതികളെ ദൈവം മാറ്റാൻ പോകുകയാ. നിന്റെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റാൻ തരാൻ പോകുകയാ.